തിരുഹൃദയനാഥനേ ആധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയനാഥനേ ആധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയനാഥനേ ആധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. സ്നേഹം മാത്രം ധാരധാരയായി പെയ്തിടും മേഘം പോലെ യേശുവേ നീ മുന്നിൽ വന്നല്ലോ. നേർത്തരോദനം കാതോർത്തു കേട്ടു നീ ആർദ്രഭാവങ്ങൾ നേരോടെ കണ്ടു നീ. ഒന്നും മറയ്ക്കാനില്ലേശുവേ നിൻ ദിവ്യസന്നിധി. നീ എൻ ജീവസംഗീതമാ. തിരുഹൃദയനാഥനേ ആധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. വേദഗ്രന്ഥത്താളിൽ നിന്നെ കണ്ടുവെങ്കിലും ആദ്യമായി അനുഭവിച്ചതോ ഈ ഓസ്തിയിൽ ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ ആത്മദീപങ്ങൾ ആർക്കും മായിക്കാൻ കഴിഞ്ഞിടാത്ത ദിവ്യ പുണ്യമാ. ആയുഷ്കാലം കാത്തു പോരും ഞാൻ. തിരുഹൃദയനാഥനേ ആധരങ്ങളാലെ ഞാൻ അവിടുത്തെ
ഇവരിന്ന് ആദ്യമായി വിശുദ്ധവെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ കഴിഞ്ഞ തവണ ഞാനായിരുന്നു ആങ്കറിംഗ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഇച്ചിരി കൊല്ലയുണ്ടായിരുന്ന ഒരാക്ഷേപത്താൽ അനിൽ എന്നെ തവണ മാറ്റിയേക്കാണ്. എന്നാൽ അതിനുവേണ്ടി തന്നെ അനിലിന്റെ സഹോദരനെ നാട്ടിലുള്ള കൈപ്പുഴ സെന്റ് ജോർജ് സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് ടീച്ചറായിരിക്കുന്ന തോമസ് മാത്യു കൊയ്ത്തറ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സഹോദരനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. എനിക്ക് ബിനു പാരിപ്പള്ളിയുടെ അയലോകത്ത് നിൽക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ലെങ്കിലും അനിലിന്റെ സഹോദരനുള്ള ഒറ്റ യോഗ്യതയുടെ പേരിലാണ് എനിക്ക് ഈ അവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിനു പാരിപ്പള്ളിക്ക് നിങ്ങൾ വളരെ നല്ലൊരു കയ്യടി കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അവിടെ എല്ലാവരും ചേർന്നൊരു നല്ല കയ്യടി. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് കൊയ്ത്തറ അനിലിന്റെയും ഉറപ്പാങ്കൽ സുജയുടെയും ഇളയ 2 മക്കളുടെ, അതായത് ആഞ്ചലയുടെയും ബെനീച്ചയുടെയും ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന ഒരു ദിവസം ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ആയതിനാൽ ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഓഫ് അട്രാക്ഷൻ അവർ രണ്ടുപേരുമാണ്. അപ്പോൾ എൻ്റെ സഹോദരന്റെ മക്കളായ ആഞ്ചലയും ബെനീച്ചയും ആദ്യമായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് സ്വീകരിക്കാം. പ്ലീസ് കം. പ്രിയമുള്ളവരെ, ആഞ്ചലയും ബെനീച്ചയും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഈശോയെ സ്വീകരിച്ചതിന്റെ ഒരാത്മീയ നിമിഷങ്ങൾ നമ്മൾ പങ്കിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരന്റെ മക്കളുടെ ഹോളി കമ്മ്യൂണിന് വേണ്ടി ഞാൻ ഇത്രയും ആവേശമൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ചെറിയൊരു പരിപാടിയുണ്ട്, അതിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് അനിലിന്റെ ഫ്രണ്ട്സിന്റെ ആവേശവും അവരുടെ ആ ഒരു കോഡിയൽ ഫ്രണ്ട്ഷിപ്പും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കൊതി തോന്നുകയാണ്. നമുക്ക് UK പോകാനോ എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ ഉള്ളത് നിലവില്. എന്തായാലും മനോഹരമായ ഈ ഒരു ദിവസത്തില് പ്രിയപ്പെട്ട അനിലിനെയും സുജിയെയും ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അദീന അവരുടെ മൂത്ത ചേച്ചിയാണ്. മൂത്ത ചേച്ചിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അദീനയുടെ ഹോളി കമ്മ്യൂണിറ്റിയൊക്കെ ഓർമ്മ അദീന ഇതിനിടയ്ക്ക് ഒന്ന് പങ്കുവച്ചിരുന്നു. അന്നത്തെ അതിനേക്കാൾ ഓളമാണ് ഇപ്പം എന്നാണ് അദീനയുടെ ഒരു പരാതി. സാരമില്ല. എന്തായാലും ഇന്ന് ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഇവരുടെ 2 പേരുടെയും അനിലിന്റെയും സുജിയുടെയും പിതാക്കന്മാർ നേരത്തെ തന്നെ മരിച്ചുപോയി. പക്ഷേ ഈ ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവർ 2 പേരെയും അമ്മമാരെ ഇവിടെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില നൽകുകയും സ്വന്തം ഗ്രാൻഡ് പേരൻസിന് അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കുകയും ചെയ്ത ഈ പ്രിയ ദമ്പതികൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരുടെ 2 പേരുടെയും ഗ്രാൻഡ് പേരൻസ് ഇവിടെ ഒരേ യൂണിഫോമിൽ എത്തിയിട്ടുണ്ട്. അവരെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യം കൊണ്ടും കഴിവ് കൊണ്ടും നമുക്ക് ആരെയാണ് എവിടെയാണ് നോക്കേണ്ടതെന്നുള്ള ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എല്ലാവരും നോക്കി ഞാൻ മടുത്തു. നമ്മൾ വളരെ ക്രീം ആയിട്ടുള്ള ഒരു ലെയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഉടുത്തൊരുങ്ങി നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി ഇവിടെ എത്തിയ ഈ ഫാമിലിക്ക് നിങ്ങൾക്ക് ഒരു നല്ല കൈയടി കൊടുക്കാമോ? താങ്ക് യു. ഇനി ഞങ്ങളുടെ ചില ഫാമിലി മെമ്പേഴ്സിനെ കൂടെ ഒന്ന് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവരെല്ലാം കഴിഞ്ഞ ദിവസം ഇന്നലെ പോലെ തന്നെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് സനലിന്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മീൻസു അൻസായും ഓൾറെഡി ബ്രിട്ടനിലാകെ അവർ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞവരാണ്.
നിലവില് അത് നമുക്ക് അവരുടെ കലാപരിപാടിയിൽ നമുക്ക് കാണാം. അടുത്തതായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള അനിലിന്റെ വേറൊരു പപ്പാടി ഇളയ ബ്രദർ ജോൺ ഇവിടെ വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ്. അവരുടെ മക്കളായ ജോജോയെയും അതുപോലെ തന്നെ ചിന്നുവിനെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. അവരുടെ കൊച്ചുമോനും കൂടെ കൊടുത്തിട്ടുണ്ട്, അവരെയും സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. ഇപ്പൊ സുജി എന്നോട് ദേഷ്യത്തോടെ നോക്കുകയാണ്, ഇതിന്റെ നമ്മുടെ ആൾക്കാരെ ഒന്നും വിളിക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മള് സുജയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ ആയിരിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള മനുവിനെയും ഷൈനിയും വേറെ സ്നേഹത്തോടുകൂടി ജോൺ ചേട്ടനെയും ഷിനി ചേച്ചി ജോൺ ചേട്ടനെയും ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. ജോൺ ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും? ഓക്കെ, യെസ്. മനു ആൻഡ് ഫാമിലി നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അവരുടെ മക്കളും ഉണ്ട്, അവരെയും സ്നേഹപൂർവ്വം നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അവസാനമായിട്ട് ജയൻ ചേട്ടനും ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജയൻ ചേട്ടനെയും ഫാമിലിയെയും കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ചേച്ചി ചേച്ചി കഴിഞ്ഞു. ആ താടി ഞാൻ ഈ താടിയിട്ടാ നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, ഇതാണ് അനിലിന്റെ ക്ലോസ് ബൈ ആയിട്ടുള്ള ഫാമിലിയും അനിലിന്റെ ഏറ്റവും ഹൃദയം ചേർത്ത് തീർക്കേണ്ട ധാരാളം ഫ്രണ്ട്സും റിലേറ്റീവ്സും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റേജിൽ ഇത്ര ഇടയേ ഉള്ളൂ, അതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഇടയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാൻഡിൽ ലൈറ്റിംഗ് ആണ് അടുത്ത പ്രോഗ്രാം. അവര് നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന രണ്ടുപേരും ചേർന്ന് അവരുടെ മാതാപിതാക്കളോടൊപ്പം ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ഈ ഒരു തിരി തെളിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മളുടെ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നത് അനിലാണ്. ന്യൂപോർട്ടിന്റെ എല്ലാമായ അനിലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. അനിൽ ആൻഡ് സുജ അവർ രണ്ടുപേരും മാർ തോമസ് ലീഹായെ പ്രാർത്ഥിക്കുന്നതിന്റെ സൂചകമായിട്ട് ആ പാട്ട് പാടുകയും അതേസമയം ഇവിടെ ആഞ്ചലയും ബെനീറ്റയും ചേർന്ന് തിരിതെളിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് സ്റ്റേജിലെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. AD 345 നായിത്തൊമ്പിന്റെ നേതൃത്വത്തില് ഇറാഖിലെ മെസൊപ്പൊട്ടോമിയയിൽ നിന്നും കേരളത്തിൽ എത്തുകയും സുവിശേഷം പ്രസംഗിക്കുകയും ആ ഒരു അത് നമ്മൾ നിലനിർത്തുകയും ചെയ്യുക, അങ്ങനെ സ്വന്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗമാണ്. നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ടും ക്രിസ്തുവിനെ എല്ലാവർക്കും നൽകുക, ഏത് നാട്ടിൽ ചെന്നാലും ക്രിസ്തുവിനെ എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ക്രിസ്തുവിനെ ഈ രണ്ടു പേരും സ്വീകരിച്ചു. അവര് ഇനി ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കഴിയട്ടെ. ആ ഒരു മധുര ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് നമുക്കിപ്പോൾ ഈ കേക്ക് മുറിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. കേക്ക് മുറിക്കുന്നതിനായിട്ട് അവരുടെ പേരൻസിനെയും കൂടി അഭാവത്തേക്ക് ക്ഷണിക്കുന്നു. John chapter 6 verses 47. Very truly
I tell you, whoever believes has eternal life. I am the bread of life. Your ancestors ate the manna in the wilderness, and they died. This is the bread that comes down from heaven, so that one may eat of it and not die. I am the living bread that came down from heaven. Whoever eats of this bread will live forever, and the bread that I will give for the life of the world is my flesh. Thanks, Lord Jesus Christ. Keep continuing. Congratulations and celebrations when I tell everyone that you're in love with me. All the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness had been invented, but that was in bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാഥേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാഥേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്.
സ്നേഹം സ്നേഹമെന്ന്. നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയിർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയിർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ.